എല്ലാവർക്കും നമസ്കാരം. ശൈവ സങ്കല്പം അനുസരിച്ച് ഭക്തർ ക്ഷേത്രത്തിൽ കഴിപ്പിക്കുന്ന വഴിപാടുകളിൽ വെച്ച് പരമശിവനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം ധാര എന്നാണ്. എന്നാൽ ഏറ്റവും ശക്തിയുള്ളതും ക്ഷിപ്രപ്രസാദം ലഭിക്കുന്ന വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരേ ഒരു ഉത്തരം പിൻവിളക്ക് എന്നാണ്. പിൻവിളക്ക് അടുപ്പിച്ച് 9 ദിവസം അല്ലെങ്കിൽ 21 ദിവസം, അതുമല്ലെങ്കിൽ 51 ദിവസം, അതുമല്ലെങ്കിൽ 101 ദിവസം ക്ഷേത്രത്തിൽ ചെയ്യിപ്പിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് പിൻവിളക്ക് എന്ന ഈ വഴിപാട് ഇത്രയധികം ശക്തിയുള്ളതായി മാറാൻ കാരണമെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വളരെ കൃത്യമായി തന്നെ പറയാം. പണ്ട് മുതൽക്ക് ഇതിൽ 2 അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിൽ ആദ്യത്തെ സങ്കല്പം അനുസരിച്ച് പിൻവിളക്ക് പാർവതി ദേവിയാണെന്നാണ് കണക്കാക്കി പോരുന്നത്. ഈ പറഞ്ഞത് നമ്മുടെ ആചാര്യന്മാർ സാധാരണക്കാരായ ഭക്തന്മാർക്ക് ഈ വഴിപാടിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ ഒരു ഉപായമെന്നോണം പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ ഇതിലെ യഥാർത്ഥ സങ്കല്പം, അതായത് മറ്റനുബന്ധ ഘടകങ്ങളുമായിട്ട് ചിന്തിക്കുമ്പോൾ കൃത്യമായി ചേരുംപടി ചേരുന്നത് ശക്തി എന്ന അർത്ഥത്തിലാണ്. ഇവിടെ ഈ ശക്തി എന്ന വാക്കിൻ്റെ പര്യായം പരാശക്തി അല്ലെങ്കിൽ എനർജി എന്നാണ്. അതായത് ശിവനും ശക്തിയും എന്ന അർത്ഥത്തിലാണെന്ന് ചുരുക്കം. ഈ എനർജിയെ പോസിറ്റീവായും നെഗറ്റീവായും സങ്കല്പിക്കാൻ പാടില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചാൽ തീർച്ചയായും ആ ഒരു കാഴ്ചപ്പാട് ഏറെക്കുറെ ശരിയാണ്. ഇത് പറയാൻ കാരണം ഈ 2 വ്യത്യസ്ത എനർജി എവിടെ സ്പാർക്കാകുന്നുവോ അവിടെ ഊർജപ്രവാഹമുണ്ടാകുന്നു. അതുകൊണ്ടാണ് കവികളിൽ ഋഷിയും ഋഷികളിൽ കവിയുമായ കാളിദാസൻ തൻ്റെ ഗ്രന്ഥരചനയിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയത്: സർവം ശിവമയം ശിവശക്തിമയമെന്ന്. ഈ പറഞ്ഞത് യാതൊരു സംശയവും വേണ്ട. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന സർവവും ശിവശക്തിമയമാണ്. അത് ചിത്രകാരൻ്റെ ഭാവനയിൽ വരച്ചിരിക്കുന്നതാണ് അർദ്ധനാരീശ്വര രൂപം. ഇവിടെ യഥാർത്ഥത്തിൽ പകുതി പുരുഷനും പകുതി സ്ത്രീയും എന്നത് ഈ പറഞ്ഞ ശിവശക്തി സങ്കല്പമാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകില്ല. അതുകൊണ്ടാണ് മനുഷ്യരൂപത്തിൽ ഇവിടെ ഈ അർദ്ധനാരീശ്വര രൂപം വരച്ചു കാണിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പുരാതന ആചാര്യശ്രേഷ്ഠന്മാർ ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് തെളിയിക്കാൻ ഭക്തരോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞത് പ്രകാരം ക്ഷേത്രത്തിൽ നമ്മൾ പിൻവിളക്ക് തെളിയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ശിവശക്തി ഐക്യം സംഭവിക്കുന്നു. ഇതാണ് നമുക്ക് അനുഗ്രഹമായിട്ട് ലഭിക്കുന്നതെന്ന് സാരം. ഈ പിൻവിളക്കിനെ കുറിച്ചിട്ട് ഇവിടെ ആളുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ, മറ്റിതര മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഈ പിൻവിളക്ക് എന്ന വഴിപാടിൻ്റെ ശക്തിയെ കേട്ടറിഞ്ഞ് ധാരാളമായി ഇപ്പോൾ കഴിപ്പിക്കുന്നുണ്ട്. ഇത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. പറയാൻ കാരണം ഭൂലോക മംഗളകാരിയാണ് പരമശിവൻ. അതേസമയം തന്നെ സംഹാരത്തിൻ്റെ മൂർത്തിയുമാണ്. ഭഗവാന്റെ 3ാം തൃക്കണ്ണിൽ നിന്ന് അഗ്നിയാണ് പ്രവഹിക്കുന്നത് എന്നാണ് ഒരു സങ്കല്പം. പ്രത്യക്ഷ ബ്രഹ്മമാണ് അഗ്നി എന്നത് നമുക്ക് ഏവർക്കും അറിവുള്ള കാര്യമാണ്. പഞ്ചഭൂതങ്ങളിൽ, അതായത് ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയാണ് ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ കാണുന്ന പ്രത്യക്ഷ ലോകം മുഴുവൻ ഇപ്പോൾ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ഈ പഞ്ചഭൂതങ്ങളിൽ അഗ്നി ഒഴികെ ബാക്കി 4 തന്നിലേക്ക് ചേരുന്ന അല്ലെങ്കിൽ വീഴുന്ന അശുദ്ധ വസ്തുക്കളുമായിട്ട് കൂടിക്കലർന്ന് അതിൻ്റെ ഒരു മിശ്രണമായി നിലകൊള്ളുന്നു. എന്നാൽ അഗ്നി തന്നിലേക്ക് വീഴുന്ന സർവ്വതിനെയും ഭസ്മീകരിച്ചുകൊണ്ട് സ്വയം പരിശുദ്ധിയോടുകൂടി സദാസമയവും നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് സംഹാരകാരകനായ സദാശിവൻ്റെ തൃക്കണ്ണിൽ അഗ്നിസ്ഥാനം പിടിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം ഗംഗ ശിരസിലും. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഗംഗാധരൻ എന്ന പേരിലും കൂടി അറിയപ്പെടുന്നു. ഇതിൽ നിന്നും എന്തു മനസ്സിലാക്കാം? ക്ഷിപ്രകോപിയാണെങ്കിലും ക്ഷിപ്രപ്രസാദിയുമാണ് ഭഗവാൻ. ഭഗവാന്റെ ഈ ഒരു പ്രത്യേകത തൻ്റെ ഭക്തരിലേക്കും ഭഗവാൻ കടത്തിവിടുന്നുണ്ട്. അതായത് അഗ്നിയുടെ സമീപം ഇരിക്കുന്ന ഇരുമ്പിന് ക്രമേണ അഗ്നിയുടെ തിളക്കവും താപവും വന്നു ചേരുന്നത് സ്വാഭാവികമാണ്. ഈ ഒരു കാരണം കൊണ്ടാണ് പരമശിവൻ്റെ ഭക്തർ ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ളവരായി മാറുന്നത്. ഇപ്പോൾ പിൻവിളക്കിനെ കുറിച്ചിട്ട് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇപ്പോൾ പിൻവിളക്ക് കഴിപ്പിക്കേണ്ട ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഒരു കാര്യം വിട്ടുപോയി.
ധാര എന്ന വഴിപാടിനെ കുറിച്ച് അധികം ആളുകൾക്കും അറിയാത്ത 1-2 കാര്യങ്ങൾ പറയാം. എന്നിട്ട് നക്ഷത്രക്കാരിലേക്ക് പോകാം. ഗംഗാ നദിയെക്കുറിച്ചൊന്നും പറയാതെ ധാരയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഹിമാലയ കൈലാസത്തിൽ ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടൽ വരെ ഉത്തരേന്ത്യൻ സമതലത്തിലൂടെ ഒഴുകുന്ന ഒരു വൻ നദിയാണ് ഗംഗാ നദി. മന്ദാകിനി, ഭാഗീരഥി, പാപനാശിനി എന്നിങ്ങനെ പല പേരുകളിൽ ഈ നദി അറിയപ്പെടുന്നുമുണ്ട്. പക്ഷേ ഇത് ഉത്ഭവിക്കുന്നത് ഹിമാലയ കൈലാസത്തിൽ, അതായത് സങ്കല്പമനുസരിച്ച് കൈലാസനാഥനായ പരമശിവൻ്റെ ശിരസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ധാരാജലം ഗംഗാതീർത്ഥമായിട്ട് നമ്മൾ ഭാരതീയർ കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ ധാര നടത്തുന്നത് അഗ്നി കൊണ്ട് ചൂടുപിടിച്ച ഭഗവാന്റെ ശിരസ് തണുപ്പിക്കാനായിട്ട് എന്ന സങ്കല്പത്തിലാണ്. ഈ പറഞ്ഞ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയുടെ ഏറ്റവും ആദ്യം പറഞ്ഞത് പരമശിവനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വഴിപാടാണ് ധാരയെന്ന്. ഒരു കുടം ധാരയ്ക്ക് 5 രൂപ മുതൽ ഓരോ ക്ഷേത്രത്തിലും വ്യത്യസ്ത ചാർജാണ് പറയുന്നത്. ഇതിൽ എത്ര കുടം വേണമെന്ന് അവരവരുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് കഴിപ്പിക്കാവുന്നതാണ്. കൂടുതൽ എണ്ണം കഴിപ്പിച്ചത് കൊണ്ട് കൂടുതൽ ഫലം ലഭിക്കണം എന്നില്ല. എന്നാലും അതുകൊണ്ട് നമുക്ക് കൂടുതലൊരു സംതൃപ്തി നമ്മുടെ മനസ്സിലുണ്ടാകും. അതായത് 108 കുടം ധാര ഭഗവാന്റെ ശിരസിൽ ഒഴിച്ചുവല്ലോ എന്ന ഒരു സംതൃപ്തി, അത്രയേ ഉള്ളൂ. ഇവിടെ ഈ 108 കുടം എന്ന് പറയുന്നത് പല ക്ഷേത്രങ്ങളിലും പല വലിപ്പമാണുള്ളത്. ചില ക്ഷേത്രങ്ങളിലാകട്ടെ 1/2 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഒരു ചെറിയ സ്റ്റീൽ കുടമായിരിക്കും ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ധാര നടത്തുമ്പോൾ നിങ്ങളിൽ പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, അത് പറയാം. ഇതിൽ ചില ആളുകൾ ധാരയ്ക്ക് ചീട്ടെടുത്തിട്ട് അത് ശ്രീകോവിലിൻ്റെ തിരുനടയിൽ വെച്ചിട്ട് അവർ അവരുടെ വീട്ടിൽ പോകും. ഇത് ശരിയല്ല. എന്നാൽ മറ്റു ചിലരാകട്ടെ അവർക്ക് വേണ്ടിയിട്ട് ക്ഷേത്ര പൂജാരി ധാര ചെയ്യുന്ന സമയത്ത് ആ ധാരയിൽ ശ്രദ്ധിച്ച് അതിനോടൊപ്പം നാമം ജപിക്കാതെ മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൂടെയുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതും ശരിയല്ല. പിന്നെ ഈ സമയം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ സമയം ചെയ്യേണ്ടത് ധാര നടക്കുന്ന സമയം മുഴുവൻ ഓം നമശിവായ പഞ്ചാക്ഷരി മന്ത്രം ഇടതടവില്ലാതെ മനസ്സിൽ ജപിച്ചുകൊണ്ടേയിരിക്കണം. ഇതിൽ നിങ്ങൾ ഓം എന്ന് ജപിക്കുമ്പോൾ മനസ്സ് ഏകാഗ്രമാക്കണം. നമ എന്ന് ജപിക്കുമ്പോൾ സ്വന്തം വ്യക്തിത്വത്തെ അല്ലെങ്കിൽ ശരീരത്തെ ഞാൻ എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കണം. അടുത്തത് ശിവായ എന്ന് ജപിക്കുമ്പോൾ ശിവനെ മനസ്സിൽ സങ്കല്പിക്കണം. അങ്ങനെ തുടർച്ചയായി സങ്കല്പിച്ച് ജപിക്കുമ്പോൾ ഓം നമശിവായ എന്നത് ഞാനും ശിവനും അല്ലെങ്കിൽ ഞാനും ഭഗവാനും മാത്രമായി ഒരു അറ്റാച്ച്മെൻ്റ് അവിടെ രൂപപ്പെടുന്നതാണ്. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ക്ഷേത്രം പൂജാരി ധാര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടായിരിക്കേണ്ടതാണ്. ഇപ്പോൾ ധാരയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നു. അടുത്തതായിട്ട് പറയുന്നത് ഇപ്പോൾ പിൻവിളക്ക് കഴിപ്പിക്കേണ്ട 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ്. വാസ്തവത്തിൽ ഈ 9 നക്ഷത്രക്കാർക്ക് മാത്രമല്ല, പ്രണയസാഫല്യം, ദാമ്പത്യ സൗഖ്യം, കുടുംബ ഐശ്വര്യം എന്നിവ വേണമെന്ന ആഗ്രഹമുള്ള ആർക്കും പിൻവിളക്കും ധാരയും കഴിപ്പിക്കാവുന്നതാണ്. എന്നാൽ ഈ 9 നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഇത് വളരെ അത്യാവശ്യമാണ് താനും. അതുകൊണ്ടാണ് ഇവരെ സെലക്ട് ചെയ്ത് പറയുന്നത്. ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നത് രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർ. ഇവരെ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് ചിന്തിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ 3 പേർ അടങ്ങുന്ന ഗ്രൂപ്പിൽ വരുന്നത് പുണർദം, വിശാഖം, പൂരൂരുട്ടാതി നക്ഷത്രക്കാർ. ഇവരെ വ്യാഴം അടിസ്ഥാനമാക്കിയാണ് ചിന്തിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രക്കാർ പൂയം, അനിഴം, ഉത്രട്ടാതി. ഇവരെ ശനി അടിസ്ഥാനമാക്കിയാണ് ചിന്തിച്ചിരിക്കുന്നത്. അതായത് സ്വക്ഷേത്രം മൂലത്രികോണ ക്ഷേത്രം എന്നതുപോലെ ഗ്രഹങ്ങൾക്കും ബാലാധിക്യം സിദ്ധിക്കുന്ന ഉച്ചക്ഷേത്രങ്ങളുണ്ട്. സ്വക്ഷേത്രത്തിൽ പകുതി ഫലവും മൂലത്രികോണ ക്ഷേത്രത്തിൽ 3/4 ഫലവും ഉച്ചക്ഷേത്രത്തിൽ പൂർണ്ണ ഫലവും ഗ്രഹങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 9 നക്ഷത്രക്കാരെ അതിസൂക്ഷ്മമായി ഗണിതം ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ വഴിപാടുകൾ നെല്ലിട തെറ്റാത്ത ഫലങ്ങൾ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതിനോടൊപ്പം തന്നെ മറ്റ് ചില ധാരകളെ കൂടി പറയാം. അതുകൂടി നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യാവുന്നതാണ്. അതിൽ ക്ഷീരധാര, ഇളനീർ ധാര തുടങ്ങിയവയും ഭഗവാന് പ്രിയപ്പെട്ടതാണ്. പാലഭിഷേകവും ഇളനീർ അഭിഷേകവും നടത്തിയാൽ വെറും വയറ്റിൽ സേവിക്കുന്നത് ഉത്തമമാണെന്ന് വളരെയധികം ആളുകളുടെ അനുഭവം പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാലഭിഷേകം സന്താന സൗഭാഗ്യത്തിനും ഇളനീർ അഭിഷേകം മനോസൗഖ്യത്തിനും
നെയ്യഭിഷേകം ഉദരരോഗത്തിനും ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നതിനും ബുദ്ധിഭ്രമം ഇല്ലാതാക്കുന്നതിനും അപസ്മാരം ഇല്ലാതാക്കുന്നതിനും ഉത്തമമാണെന്നും അനുഭവത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഭസ്മാഭിഷേകം ശരീരസുഖത്തിനും എണ്ണയഭിഷേകം പാപനാശത്തിനും വളരെ ശ്രേഷ്ഠമാണ്. ഒരുപക്ഷെ നിങ്ങൾക്കിപ്പോൾ ശനിദശ, കണ്ടകശനി, ഏഴരശനി തുടങ്ങിയ ഏതെങ്കിലും ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ നീലശംഖ് പുഷ്പാർച്ചന ഭഗവാന് നടത്തുന്നത് ഈ ദശാസന്ധിയിൽ വളരെ നല്ലതാണെന്നും കാണുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. വീഡിയോ ഉപകാരപ്രദമായാൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.